എല്ലാവർക്കും നമസ്കാരം. +2 എക്കണോമിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മൈക്രോ എക്കണോമിക്സിലെ 5th ചാപ്റ്ററായിട്ടുള്ള മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന കമ്പോള സന്തുലിതാവസ്ഥ എന്ന് പറയുന്ന ചാപ്റ്ററിന് രസകരമായിട്ടുള്ള ഒരു ചാപ്റ്ററിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലേറ്റവും എക്സാമിന് ചോദിക്കുന്ന 2 ചോദ്യങ്ങൾ എങ്ങനെ അനലൈസ് ചെയ്യുക, എങ്ങനെയാണ് ആൻസർ ചെയ്യുക എന്നുള്ളത് മൊത്തമാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി, ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്. രണ്ടാമത്തേത് എന്താണ് അപ്ലിക്കേഷൻസ്, ഫ്ലോർ പ്രൈസും പ്രൈസ് സീലിംഗ് എന്താണ് എന്നുള്ള 2 വീഡിയോ ആയിട്ടാണ് ഈ ഒരു വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചതിന് തന്നെയാണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് 2 വിഷയങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം. ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഡിമാൻഡ് സപ്ലൈ ഈ 2 ഏറ്റവും പ്രധാനമുള്ള 2 വിഷയങ്ങളെ കുറിച്ചിട്ടാണ്, അതിൻ്റെ ബാക്കിയായിട്ടാണ് ഈ മാർക്കറ്റ് ഇക്വിലിബ്രിയം സംസാരിക്കുമ്പോൾ ഈ 2 കാര്യങ്ങളും അത്രയേറെ പ്രധാനമുള്ളതാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഈ ക്ലാസ് അവസാനിക്കുന്ന സമയത്ത് മനസ്സിലാവും. അപ്പോൾ ഡിമാൻഡിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു എന്തായിരുന്നു ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്തായിരുന്നു, ഒരു വസ്തു, ഒരു കൺസ്യൂമർക്ക് ഒരു വസ്തു വാങ്ങാനുള്ള ആഗ്രഹം, അതുപോലെ തന്നെ കഴിവ്, സന്നദ്ധത, ഡിസയർ, എബിലിറ്റി, വില്ലിങ്നെസ്, ഇത് 3 ഒരുമിച്ച് കൂടുമ്പോഴാണ് ഒരാൾക്ക് ഡിമാൻഡ് ഉണ്ട്, ഒരു വസ്തുവിനോടുള്ള ഡിമാൻഡ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്നാൽ സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെന്ന് പറഞ്ഞിരുന്നത്, ഒരു പ്രൊഡ്യൂസർ തൻ്റെ കയ്യിലുള്ള ഒരു പ്രൊഡക്റ്റ് വിൽക്കാനായിട്ട് തയ്യാറാകുന്ന അവസ്ഥക്ക് പറയുന്ന ഒരു പേരാണ് സപ്ലൈ എന്ന് പറയുന്നത്. അപ്പം ദ ലോ ഓഫ് ഡിമാൻഡും ദ ലോ ഓഫ് സപ്ലൈ പലവട്ടം പല പ്രാവശ്യമായിട്ട് പറഞ്ഞതാണെങ്കിൽ പോലും ഒരു വസ്തുവിൻ്റെ വിലയും ഡിമാൻഡും എങ്ങനെയായിരിക്കും, നെഗറ്റീവ് റിലേഷൻ ആയിരിക്കും. അഥവാ ഡിമാൻഡ് കൂടുന്ന സമയത്ത്, പ്രൈസ് കൂടുന്ന സമയത്ത് ഡിമാൻഡ് കുറയും, പ്രൈസ് കുറയുന്ന സമയത്ത് ഡിമാൻഡ് കൂടും എന്നുള്ള വിഷയം. സപ്ലൈ നേരെ തിരിച്ച് പോസിറ്റീവ് റിലേഷൻ ആയിരുന്നു അല്ലേ. സപ്ലൈയുടെ ഇതെങ്ങനെ, പ്രൈസ് കൂടുന്ന സമയത്ത് സപ്ലൈ എന്ത് ചെയ്യും, കൂടും, പ്രൈസ് കുറയുന്ന സമയത്ത് സപ്ലൈ കുറയും. അഥവാ ഡിമാൻഡ് പോസിറ്റീവ് റിലേഷൻ ആണെങ്കിൽ സപ്ലൈ എന്താണ്, ഡിമാൻഡ് നെഗറ്റീവ് റിലേഷൻ ആണെങ്കിൽ സപ്ലൈ എന്തായിരിക്കും, പോസിറ്റീവ് റിലേഷൻ ആയിരിക്കും. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇനി മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിന് ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. ഏറ്റവും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഞാൻ പറഞ്ഞു തരാം. നമ്മൾ കടയിൽ പോവുകയാണ്, കടയിൽ പോയി ഷോപ്പിൽ പോയി ഷോപ്പിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു പ്രൊഡക്റ്റ് എടുത്തു. ആ പ്രൊഡക്റ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, വാങ്ങാനുള്ള ആഗ്രഹവും വരണം, കഴിവും വേണം, സന്നദ്ധതയും, അഥവാ എത്രയാണോ ക്യാഷ് അത് കൊടുക്കാനുള്ള ഒരു സന്നദ്ധത എന്ത് ചെയ്യണം, വില്ലിങ്നെസ്സും എന്ത് ചെയ്യണം, വേണം. മാത്രമല്ല അത് വിൽക്കുന്ന ആ പ്രൊഡ്യൂസർ, ആ ഷോപ്പിൻ്റെ ഉടമസ്ഥൻ എന്ത് ചെയ്യണം, അവർക്ക് അത് ബുദ്ധിമുട്ടില്ലാതെ കൊടുക്കും വേണം. അപ്പോൾ 2 ആളുകളുടെ ഡിമാൻഡും അതുപോലെ തന്നെ സപ്ലൈയും ഒരുമിച്ച് കൂടുന്ന ഒരു അവസ്ഥക്ക് പറയുന്ന പേരാണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഒരു ഷോപ്പ് പോയിട്ട് ഒരു സാധനം എന്ത് ചെയ്യണം, വാങ്ങി പോരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എന്താണ്, നമുക്കും തൃപ്തിയാണ്, വിറ്റ അവർക്കും സംതൃപ്തിയാണ്. അങ്ങനെ 2 പേർക്കും സംതൃപ്തി വരണം. എപ്പോഴാണ് അങ്ങനെ സംതൃപ്തി വരിക, അതിന് പറയുന്ന പേരാണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്, അഥവാ കമ്പോള സന്തുലിതാവസ്ഥ. പാഠത്തിന് ഈ ഒരു യൂണിറ്റിന് ചാപ്റ്ററിൻ്റെ പേര് തന്നെ എന്താണ്, മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് തന്നെയാണ്. അപ്പോൾ ഞാനൊരു ടേബിളിലൂടെ വരച്ചിട്ടുണ്ട്. ആ ടേബിളിൽ പ്രൈസ് ഉണ്ട്, ഡിമാൻഡ് ഉണ്ട്, സപ്ലൈ ഉണ്ട്. 10ൽ നിന്ന് 15 ക്യാഷ് കൂടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഡിമാൻഡ് എന്ത് ചെയ്യുക, 50ൽ നിന്ന് 500ൽ നിന്ന് 500 കുറയുന്നു. നമ്മൾ പറഞ്ഞ എന്താ ലോ ഓഫ് ഡിമാൻഡ് തന്നെ. നേരെ തിരിച്ച് സപ്ലൈ നോക്ക്, 100ൽ നിന്ന് 200 വർദ്ധിച്ചു. പ്രൈസ് കൂടുന്ന സമയത്ത് സപ്ലൈ വർദ്ധിച്ചു. നേരെ 20ൽ നിന്ന് 25 സമയത്ത് സ്വാഭാവികം ഡിമാൻഡ് കുറയുന്നു, സപ്ലൈ എന്ത് ചെയ്യുന്നു, കൂടുന്നു. ഈ ഒരു ടേബിളിലൂടെ നമ്മൾ പഠിച്ച വിഷയങ്ങൾ തന്നെയാണ് ഇനി ഈ ഒരു മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു 4 പുതിയ ടേമുകളെ കുറിച്ചിട്ടാണ്. ഒന്നാമത്തത് ആക്സസ് ഡിമാൻഡ്, രണ്ടാമത്തത് ആക്സസ് സപ്ലൈ, 3 ഇക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി. അപ്പോൾ എന്താണ് ആക്സസ് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അഥവാ ഒരു നിശ്ചിത വിലയിൽ ഡിമാൻഡ് സപ്ലൈയേക്കാളും ഡിമാൻഡ് കൂടുന്ന അവസ്ഥ, ഡിമാൻഡ്
സപ്ലൈയേക്കാളും കൂടുതലാവുന്ന ഒരവസ്ഥക്ക് പറയുന്ന പേരാണ് ആക്സസ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ആക്സസ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ അധിക ചോദനം എന്ന് പറയും. അധിക ചോദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മലയാളത്തിൽ തന്നെ ഉണ്ട് ആ വാക്ക്, അധികമായിട്ടുള്ളത് തന്നെ. അഥവാ സപ്ലൈയേക്കാളും ഡിമാൻഡ് കൂടുക. അഥവാ 100-ൽ നിന്ന് 200 ഇവിടെ വർദ്ധിക്കുന്നത് എങ്കിൽ പോലും 500-ൽ നിന്ന് 400 കുറയുമ്പോൾ ഇവിടെ ഏറ്റവും ക്വാണ്ടിറ്റി ഏതാണ്? 500-ൽ നിന്ന് 400 തന്നെയല്ലേ? അഥവാ 100-ൽ നിന്ന് 200 ആവുന്നതിനേക്കാളും കൂടുതൽ വരുന്ന അവസ്ഥ എന്ന് പറയുന്നത് 500-ൽ നിന്ന് 400 അല്ലേ? ഈ ഒരു അവസ്ഥക്ക് പറയുന്ന പേരാണ് എന്ത്? ആക്സസ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇനി ആക്സസ് സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താണ്? നേരെ ഓപ്പോസിറ്റ്. ആക്സസ് ഡിമാൻഡ് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ്. എന്താണ്? ഡിമാൻഡിനേക്കാളും സപ്ലൈ കൂടുന്ന ഒരവസ്ഥ. ഇവിടെ നോക്കുക, 200-ൽ നിന്ന് 100 കുറയുന്നുണ്ട്, ഓക്കെ, 400-ൽ നിന്ന് 500 വർദ്ധിക്കുന്നുണ്ട്. ഇവിടെ ഏതാ? ഡിമാൻഡാണോ സപ്ലൈ ആണോ കൂടുതൽ? ഏറ്റവും കൂടുതൽ സപ്ലൈ ആണ്. ഈ ഒരു അവസ്ഥക്ക്, ഈ ഒരു ഭാഗത്താണ് ആക്സസ് സപ്ലൈ എന്ന് പറയാം. ആക്സസ് സപ്ലൈ, ആക്സസ് ഡിമാൻഡ്. ആക്സസ് സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡിനേക്കാളും സപ്ലൈ കൂടുന്ന ഒരവസ്ഥ. ഒരു നിശ്ചിത വിലയിൽ ഡിമാൻഡിനേക്കാളും സപ്ലൈ കൂടുന്ന ഒരവസ്ഥക്ക് ആക്സസ് സപ്ലൈ എന്ന് പറയും. ഒരു നിശ്ചിത വിലയിൽ സപ്ലൈയേക്കാളും കൂടുതൽ ഡിമാൻഡാണ് വരുന്നതെങ്കിൽ അതിന് ആക്സസ് ഡിമാൻഡ് എന്ന് പറയും. അപ്പോൾ 2 വാക്കുകളെ കുറിച്ച് പഠിച്ചു. ഇനി അടുത്തൊരു പദമാണ് നമ്മൾ പഠിച്ച ഒരു സാധനം, മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ. നമ്മൾ നേരത്തെ പറഞ്ഞു മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിൻ്റെ നിർവചനം നമ്മൾ പറഞ്ഞിരുന്നു, അതിൻ്റെ നിർവചനം പറഞ്ഞിരുന്നു. അത് നോക്കുക, ഏത് വാക്കുള്ളത് നോക്കുക. ആകെ ഇപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ എന്ത് ചെയ്തു? മാർക്ക് ചെയ്തു. ഈ ഒരു ഭാഗം എന്താ? ഡിമാൻഡ് സപ്ലൈ. ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആവുന്ന അവസ്ഥക്ക് പറയുന്ന പേരാണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം. നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആവുന്ന ഒരവസ്ഥക്ക് പറയുന്ന പേരാണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു പദം ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആയിട്ടുള്ള പ്രൈസ് എത്രയാണോ, ഇക്വിലിബ്രിയം സംഭവിച്ച മാർക്കറ്റ് ഇക്വിലിബ്രിയം സംഭവിച്ച പ്രൈസ് എത്രയാണ്? 20. അത് 20-നെയാണെന്ന് പറയാം ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയാം. ഇതിൻ്റെ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ പറയപ്പെടുന്ന 300 ആയിരിക്കും ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി. ഓക്കെ, മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഈ ഡിമാൻഡ് സപ്ലൈ ഈക്വൽ ആവുന്ന ഒരവസ്ഥ. ഈ ഡിമാൻഡ് എന്ന് പറയുന്നതും സപ്ലൈ എന്ന് പറയുന്നതും ക്വാണ്ടിറ്റി ആണല്ലോ അവിടെ വെക്കുന്നത്. അപ്പോൾ ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറഞ്ഞാൽ ഈ ഡിമാൻഡ് സപ്ലൈ ഈക്വൽ ആയ അവസ്ഥയിൽ എത്രയാണോ പ്രൈസ് ഉണ്ടായിരുന്നത് അതിനാണ് ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുക. ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് 300 എന്ന് പറയുന്നതാണ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഞാൻ ഇതേമാതിരിയുള്ളൊരു ഒരു ക്വസ്റ്റ്യൻ ഞാനിവിടെ താഴെ തന്നിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അത് വൺ വേർഡ് ആയ രീതിയിൽ നമുക്കതിൽ ഏതാണ് ആക്സസ് ഡിമാൻഡ്, ആക്സസ് സപ്ലൈ എന്താണ്, ഇക്വിലിബ്രിയം പ്രൈസ് എത്രയാണ്, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എത്രയാണെന്നുള്ളതെന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അടുത്തത് ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ ആക്സസ് ഡിമാൻഡ്, ആക്സസ് സപ്ലൈ, ഇക്വിലിബ്രിയം പ്രൈസ്, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്നുള്ളത് ഗ്രാഫിലൂടെ എങ്ങനെയാണ് നമുക്ക് വിശദീകരിക്കുക എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം ഇതിന് ഡിമാൻഡും സപ്ലൈൻ്റെയും ഗ്രാഫ് എന്ത് ചെയ്യണം? വരക്കണം. ഡിമാൻഡിൻ്റെ ഇപ്പോൾ ഗ്രാഫ് വരച്ചത് നേരത്തെ പറഞ്ഞിരുന്നത് എന്താണ്? സപ്ലൈ ആണ്, സപ്ലൈ. ഓക്കെ, ഇനി ഡിമാൻഡിൻ്റെ ഗ്രാഫ് ഡയഗ്രാം. ഇപ്പോൾ ഡിമാൻഡും സപ്ലൈൻ്റെയും ഡയഗ്രാംസാണ് ഞാൻ വരച്ചിട്ടുള്ളത്. ഒരു ഗ്രാഫിലായിട്ടാണ് വരയ്ക്കുന്നത്. എക്സ് അക്ഷരത്തിൽ നമ്മൾ ഡിമാൻഡ് ആൻഡ് സപ്ലൈ വരക്കും, വൈ അക്ഷരത്തിൽ പ്രൈസ് മാത്രം. ഇവിടെ ഇക്വിലിബ്രിയം സംഭവിച്ചത് എവിടെയാണ്? ഈ ഡിമാൻഡും സപ്ലൈയും, മാർക്കറ്റ് ഇക്വിലിബ്രിയം സംഭവിച്ചത് ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആയിട്ടുള്ള ഇവിടെയാണ് ഇക്വിലിബ്രിയം സംഭവിച്ചിട്ടുള്ളത്. അതിന് ഈ ലെറ്റർ കൊടുത്തു. മാർക്കറ്റ് ഇക്വിലിബ്രിയം സംഭവിച്ച എത്ര ക്വാണ്ടിറ്റി എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതാണ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി. ഇക്വിലിബ്രിയം പ്രൈസ് എത്രയാണ്? ഇതാണ് ഇക്വിലിബ്രിയം പ്രൈസ്. ഇതാണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം. ഇനി ആക്സസ് ഡിമാൻഡും പറയണം, ആക്സസ് സപ്ലൈയും പറയണം. ആക്സസ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ആക്സസ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ സപ്ലൈയേക്കാൾ ഡിമാൻഡ് കൂടുക. അതെന്ത് ചെയ്തു? പിയിൽ നിന്ന് P1 ആയിട്ട് ക്യാഷ് കൂടി. പിയിൽ നിന്ന് P1 ആയിട്ട് നമുക്ക് എന്ത് ചെയ്തു? ക്യാഷ് കൂടി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഡിമാൻഡ് ഇവിടെ സംഭവിച്ചു. ഡിമാൻഡ് എന്ത് ചെയ്തു? കുറഞ്ഞു. നേരെ തിരിച്ച് സപ്ലൈ എവിടെയാണ് കൂട്ടിമുട്ടുന്നത്? സപ്ലൈ എവിടെയാണ്? സപ്ലൈ എന്ത് ചെയ്തു? Q2 എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? സപ്ലൈയും വരച്ചിട്ടുണ്ട്. ഇത് നോക്കുക,
എത്രയാണ് ഇതാണ് ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് കുറയാണ് ചെയ്തിട്ടുള്ളത്, എന്ത് ഡിമാൻഡ് കുറയാണ് ചെയ്തിട്ടുള്ളത്. നേരെ ചെയ്ത് സപ്ലൈ എന്ത് ചെയ്തിട്ടുണ്ട്, കൂടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിമാൻഡിനേക്കാളും സപ്ലൈ വരുന്ന ഈ ഒരു അവസ്ഥക്ക് പറയുന്ന പേരാണ് ആക്സസ് സപ്ലൈ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ചോക്കൊന്ന് മാറ്റുന്നത് ആക്സസ് സപ്ലൈ ഇതാണ്. ഇനി എന്ത് ചെയ്തു, പിയിൽ നിന്ന് P2 ആയിട്ട് എന്ത് ചെയ്തു, ക്യാഷ് കുറഞ്ഞു. ക്യാഷ് കുറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എന്ത് സംഭവിച്ചു, ഡിമാൻഡ് സപ്ലൈ ഇത്രയും ഭാഗമാണ്, സപ്ലൈ Q3 ആയിട്ട് സപ്ലൈ വന്നു. ഡിമാൻഡ് ഇവിടെയാണ് കൂട്ടിമുട്ടി Q4 എന്ന് പറഞ്ഞിട്ട് Q3യിലുള്ളത് തന്നെ Q2യിലുള്ള പോലെ തന്നെ Q4 ആയി. ഇവിടെ എന്താ സംഭവിച്ചല്ലോ നോക്കുക, ഇത്രയും ഭാഗം അഥവാ സപ്ലൈ എന്ന് പറയുന്നത് ഇത്രയാണ്, Qയിൽ നിന്ന് Q3 ആയിട്ട് മാറി എന്ന് പറയുന്ന സപ്ലൈ എത്രയാണ്, എന്നാൽ ഡിമാൻഡ് എത്ര ഉണ്ട്, കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. ഡിമാൻഡ് Qയിൽ നിന്ന് Q2 ആയിട്ട് ഡിമാൻഡ് കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സപ്ലൈയേക്കാളും ഡിമാൻഡ് കൂടിയ ഈ ഒരവസ്ഥക്ക് പറയുന്ന പേരാണ് ആക്സസ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ആക്സസ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആക്സസ് ഡിമാൻഡ് എന്താണെന്ന് പറഞ്ഞു, ആക്സസ് സപ്ലൈ എന്താണെന്ന് പറഞ്ഞു, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി പറഞ്ഞു, ഇക്വിലിബ്രിയം പ്രൈസ് എന്താണെന്ന് പറഞ്ഞു. ഇനി മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ഇവിടെ മാർക്കറ്റ് ഇക്വിലിബ്രിയം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നതിൽ തിയറി ആയിട്ട് നമ്മൾ കൊണ്ടുപോകുന്നത്. ഇനി ഒരു പ്രോബ്ലമാണ് ചെയ്യാൻ പോകുന്നത്. ഒരു ക്വസ്റ്റ്യൻ ഇക്വിലിബ്രിയം പ്രൈസും ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയും കാണാനുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഇവിടെ ബോർഡിൽ ഞാൻ എഴുതി വെച്ചിട്ടുള്ളത്. വളരെ സിമ്പിളാണ്. QD സമം ഇക്വിലിബ്രിയം ഡിമാൻഡ് ഈക്വൽ ടു 800 മൈനസ് 4P, QS ഈക്വൽ ടു 600 പ്ലസ് 4P. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇക്വിലിബ്രിയം പ്രൈസ് കാണുക, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി കാണുക. ഇങ്ങനെ 2 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അത് വളരെ സിമ്പിളാണ്, അത് പറയാലോ, വളരെ സുഖകരമായിട്ട് തന്നെ നമുക്കിതിനെ ആൻസർ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആൻസറിലേക്ക് കിടക്കാം. ഓക്കെ, ഇക്വിലിബ്രിയം പ്രൈസ്, ഇക്വിലിബ്രിയം ഈക്വൽ ടു, ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താണ്, രണ്ടും അഥവാ QD സമം QS അഥവാ ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആവുന്ന ഒരു അവസ്ഥക്കാണ് ഇക്വിലിബ്രിയം സംഭവിച്ചു എന്ന് പറയാം. അപ്പോൾ നോക്കുക, ഈ QD എന്ന് പറഞ്ഞിട്ട് എത്ര തന്നിട്ടുള്ളത്, 800 മൈനസ് 4P ഈക്വൽ ടു 600 പ്ലസ് 4P. എഴുതിയത് മനസ്സിലായോ? QD എന്ന് പറയുന്നത് 800 മൈനസ് 4P, 800 മൈനസ് 4P. QS എന്ന് പറയുന്നത് 600 പ്ലസ് 4P, 600 പ്ലസ് 4P. അപ്പോൾ ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. ഇതിനെന്ത് ചെയ്യാണ്, വെട്ടി ചെറുതാക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, 4Pനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. 4P ഇവിടെ 4P ഉണ്ട്. അപ്പോൾ എത്രയായി, 8P ആയി. 8P ഈക്വൽ ടു 800 ഈ മൈനസ് പിന്നെ 600. ഓക്കെ, അടുത്തത് ഒന്നുകൂടി ചെറുതാക്കുക. എങ്ങനെ, 8P എന്നുള്ളത് 8P തന്നെ. 8P ഈക്വൽ ടു 800ൽ നിന്ന് 600 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 200. അടുത്ത് 8P എന്നുള്ളതിനെ 8നെ എന്ത് ചെയ്യുക, അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഈക്വൽ ടു P മാത്രമാവും ഇവിടെ. P ഈക്വൽ ടു 200. 8നെ അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ 200 ഡിവൈഡ് ബൈ 8 എന്നാവും. 200 ഡിവൈഡ് ബൈ 8 എന്ന് പറയുന്നത് ഈക്വൽ ടു 25. അപ്പോൾ ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്, 25 എന്ന ഉത്തരം കിട്ടി. 25. ഇനി ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി ഈക്വൽ ടു നമുക്ക് പഠിച്ചിട്ടുണ്ട് 800 മൈനസ് 4P. അതാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ QD എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുള്ളത്. അതിൽ എന്ത് ചെയ്യുക, 800 മൈനസ് 4 ഇൻറ്റു P എന്ന് പറയുന്നത് നമുക്കിപ്പോൾ കിട്ടി. അപ്പോൾ 4ൻ്റെയും Pൻ്റെയും ഇടയിൽ എന്തുണ്ട്, ഒരു ഇൻറ്റു ഉണ്ട്, ഇൻറ്റു 25. ഓക്കെ, അടുത്ത് 800 മൈനസ് 4 ഇൻറ്റു 25. 4 ഇൻറ്റു 25 എത്ര, 100 ഈക്വൽ ടു 800ൽ നിന്ന് 100 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 700. ഇനി അടുത്തത് QS ഈക്വൽ ടു, ഇതിൻ്റെ ബാക്കിയാണ് ഈ എഴുതിയത്, QS ഈക്വൽ ടു 600 പ്ലസ്
4p ഈക്വൽ ടു 600 പ്ലസ് 4 ഇൻറ്റു 25 മനസ്സിലാകുന്നുണ്ടല്ലോ, ഈക്വൽ ടു 600 പ്ലസ് 4 ഇൻറ്റു 25 100 ഈക്വൽ ടു 600 100 കൂട്ടിക്കഴിഞ്ഞാൽ 700. അപ്പോൾ നമുക്കിനി ഇക്വിലിബ്രിയം പ്രൈസ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 25, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 700. കാരണം അത് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി അഥവാ 700 അഥവാ ഡിമാൻഡും സപ്ലൈയും, ഇത് ഡിമാൻഡ് ഇത് സപ്ലൈ, ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആവുന്ന ഒരു അവസ്ഥക്കാണ് ഇക്വിലിബ്രിയം എന്ന് പറയാമെന്ന് പറയുന്നു. അപ്പോൾ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എത്രയാണ് 700, ഇക്വിലിബ്രിയം പ്രൈസ് എത്രയാണ് 25. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഇക്വിലിബ്രിയം പ്രൈസും ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയും കാണുന്ന രീതി എന്ന് പറയുന്നത്. ഒന്നുകൂടി ഒരു ക്വസ്റ്റ്യൻ താഴെ തരുന്നുണ്ട്, നിങ്ങളെന്ത് ചെയ്യുക, എല്ലാവരും സ്വന്തമായിട്ട് എന്ത് ചെയ്യുക, ആൻസർ എഴുതിയിട്ട് മനസ്സിലാക്കുക. ഓക്കെ, എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. നന്ദി, നമസ്കാരം.